ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കാറായി അല്ലേ? ഇനി ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ വീട്ടിലാണെങ്കിൽ സ്കൂൾ ഐറ്റംസ് വാങ്ങാൻ കിടന്ന് അയാൻ ബഹളം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങാം. ഇനി കുറച്ച് ദിവസമൊക്കെ മഴയാണല്ലോ, മഴയൊക്കെ വന്നേക്ക് മുന്നേ വാങ്ങാമെന്നൊക്കെ കരുതി ഞങ്ങൾ രാവിലെ തന്നെ പോവാണേ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്കമാലിക്ക് പോകാനായിട്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നുകൊണ്ട് ഒരു ചെറിയ പോക്കറ്റ് റോഡ് വഴിയാണ് പോകുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അതിൽ കാണാനായിട്ട്. അങ്ങനെ അങ്കമാലിയിലെത്തി. ഞങ്ങൾ ബെഡാ ബസാർ എന്ന് പറഞ്ഞ കടയിലേക്കാണ് കയറിയത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ 3 പേർക്കും സ്കൂൾ ഐറ്റംസ് വാങ്ങണം. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട എന്ന നിലയ്ക്ക് അങ്കമാലിയിലുള്ള ബെഡാ ബസാർ എന്ന് പറഞ്ഞ കട നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കടയാണ്. എല്ലാം ഒരു നമുക്ക് ആവറേജ് പ്രൈസിലൊക്കെ കിട്ടുന്നതാണ്. എല്ലാം വാങ്ങണമല്ലോ. ആദ്യം തന്നെ ഞങ്ങൾ നോട്ട്ബുക്കൊക്കെ വാങ്ങി. നോട്ട്ബുക്കുകളിൽ നിന്ന് അവിടെ ഒരു നോട്ട്ബുക്കിന് ഒരു നോട്ട്ബുക്ക് ഫ്രീ ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ ഒരു നോട്ട്ബുക്കിന് ഒരു നോട്ട്ബുക്കും ഒരു പെന്നും ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ കുറച്ച് സന്തോഷമായി. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും മലയാളികളായ നമുക്ക് സന്തോഷമാണല്ലോ. പിന്നെ നമ്മൾ എല്ലാ സ്കൂൾ ഐറ്റംസും വാങ്ങി. ബാഗ് മുതൽ റെയിൻകോട്ട്, പെൻസില്, റബ്ബർ, പിന്നെ ഷാർപ്നർ, പേപ്പർ റോള്, ബ്രൗൺ പേപ്പർ, അങ്ങനെ എല്ലാം വാങ്ങിച്ചു. ബില്ലടിക്കാൻ നിന്നപ്പോഴത്തേക്കും പിന്നെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ഓരോന്ന് എടുക്കാനും സമയമുണ്ടായിരുന്നു. അയാൻ ആകെ ബാഗിന് വേണ്ടി മാത്രമാണ് ഒന്ന് വാശി എടുത്തുള്ളൂ. അതിലെന്താണ് അയാന്? പോപ്പ് ആൻഡ് പിക്ക് എന്ന് പറഞ്ഞൊരു ടോയ് ഉണ്ടായി സ്കൂട്ടിയുടെ ബാഗിൽ. അപ്പോൾ അതിൻ്റെ ഒരു വാശി മാത്രം ആളെടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതൊക്കെ തന്നെയാട്ടോ അയാൻ എടുത്തത്. അതുകൊണ്ട് ആൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മിടുക്കനായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് കൊടുത്തു. നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായി. കാരണം കുറച്ചധികം നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്. കാരണം ഇതൊക്കെ ഓരോന്ന് സെലക്ട് ചെയ്ത് എടുക്കണമല്ലോ. അങ്ങനെ നേരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്നും പറഞ്ഞ് കടയിലേക്ക് കയറി. കാരണം അയാന് ക്ഷീണം തുടങ്ങിയായിരുന്നു. നീൽഗിരീസ് എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. നമ്മൾ അങ്കമാലിയിൽ വന്നാൽ എപ്പോഴും ഇവിടെയാണ് കയറാറുള്ളത്. നല്ല ഫ്രൂട്ട് സലാഡും ഷേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്കമാലിയിൽ പിന്നെ വേറെ ഏത് കടയിൽ കയറിയാലും എനിക്കത്ര ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഷേക്ക് ആണെങ്കിലും ഫ്രൂട്ട് സലാഡ് ആണെങ്കിലും എന്താണെങ്കിലും കിട്ടാറുണ്ട്. ഞാനും ഷേക്കോ ഫ്രൂട്ട് സലാഡോ അല്ലെങ്കിൽ ഒക്കെയാണ് ഞങ്ങൾ പിള്ളേരും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടി പോയാലും കഴിക്കാറ്. ഞാനും കുഞ്ഞാറ്റയും ഫ്രൂട്ട് സലാഡും അയാൻ സ്ട്രോബെറി ഐസ്ക്രീമുമാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും 1-2 കടകളിലൂടെയൊക്കെ കയറിയിട്ട് തിരികെ പോരുമായിരുന്നു. അപ്പോഴത്തേക്കും നായത്തോടൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയൊക്കെ കിട്ടി. പിന്നെ വണ്ടി ഓടിക്കാനുള്ള പറ്റാത്ത അവസ്ഥയായി. ഞങ്ങൾ ഒരു കടയുടെ ഫ്രണ്ടിലേക്ക് കയറി നിന്നു. മഴയൊന്ന് ഒരുവിധം തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നത്. വീട്ടിൽ എത്തിയ വഴി അയാൻ കിട്ടിയ സാധനങ്ങളെല്ലാം തുറന്നു വെക്കാനുള്ള തിരക്കിലായിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അയാൻ തന്നെ പറയൂ കേട്ടോ. അപ്പം ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാട്ടിത്തരാം. ആദ്യം തന്നെ ലഞ്ച് ബോക്സ് പൊതിയണ ടവലാണ്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ 3 കളറുണ്ട്. പിന്നെ ബാഗ്, ബുക്ക്, കുഞ്ഞച്ചേച്ചിൻ്റെ എൻ്റെയും ബുക്ക്, എൻ്റെ അല്ല അച്ഛൻ്റെയും ബുക്കാണ് കേട്ടോ. പിന്നെ കുഞ്ഞാറ്റേൻ്റെയും എൻ്റെയും ബാഗ്. എൻ്റെ ബാഗിൻ്റെ അടുത്ത് പോപ്പ് ആൻഡ് പിക്ക് എന്ന് പറഞ്ഞൊരു ടോയ്സ് ഫ്രീ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് സ്കൂബിയുടെ ബാഗാണ്. പിന്നെ ഒരു കളറിംഗ് ബുക്കും നെയിം സ്ലിപ്പും ഫ്രീ ഉണ്ട് കൂടെ. പോപ്പ് ആൻഡ് പിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കി നിങ്ങൾ കണ്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. വലിയ പർച്ചേസിങ് ഒന്നും അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം 3 പേർക്ക് വേണ്ട എല്ലാ സ്കൂൾ ഐറ്റംസും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വലിയ സ്കൂളിൽ പഠിക്കുന്നവർക്ക് 2 പേർക്കും പേനകളാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് പേന വാങ്ങുന്നതിൽ നല്ലത് കുറച്ച് വാങ്ങി വെക്കാമെന്ന് കരുതി നമ്മൾ കുറച്ചധികം പെൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നോട്ട്ബുക്കുകളെല്ലാം അത്യാവശ്യത്തിന് വാങ്ങിയിട്ടുണ്ട്. ബാഗ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ബുക്കുകളെല്ലാം ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അതിൽ മുതിർന്നവരെയൊക്കെ അവർ ചെയ്തോളും, പക്ഷേ അയാൻ്റെ ബുക്കൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ എന്തായാലും അവൻ എന്നെ പിടിച്ചിരുത്തി ചെയ്യിക്കും. എനിക്ക് മടിയുണ്ടായാലും അയാൻ സമ്മതിക്കില്ല. കാരണം ഇതൊക്കെ കിട്ടിയ വഴി ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ എങ്ങനെ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക ആൾക്ക്. സ്കൂളിൽ പോകാനുള്ളൊരു സന്തോഷം, ഇവരുടെ സന്തോഷമല്ലേന്നേ നമ്മുടെ സന്തോഷം. അപ്പോൾ എല്ലാവരും സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള തിരക്കിലായിരിക്കും എന്നെനിക്കറിയാം. അപ്പോൾ ഇനി സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും. നമുക്കിനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.